ക്രൈസ്തവരും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടക്കാലത്ത് ജൂതന്മാരവരെ കളിയാക്കി, ഈസാ നബിയുടെ പിതൃത്വത്തിനെയൊക്കെ കളിയാക്കി ശാസ്ത്രീയമായൊക്കെ പറഞ്ഞപ്പം അവർ 18-ാം നൂറ്റാണ്ടിൽ ഈസാ നബിക്ക് ഒരു പിതാവിനെയും തെരഞ്ഞു പോകുന്നത് ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു അപ്പനെയൊക്കെ കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കറിയില്ല. കാരണം നമ്മുടെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്. ആ വെളിച്ചമുള്ളവർ കുതിരത്തുകളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. ലോകത്ത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് എങ്കിലും അല്ലാഹു എന്നെ സഹായിക്കുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം കൂടെ അതിലുണ്ട്. അതിലൊന്നാണ് ഏറ്റവും പ്രധാനമാണ് നിർഭയത്വം എന്നൊക്കെ പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ എന്നുള്ള പദം ആവിർഭവിക്കുന്നത് അമ്ന് എന്ന് പറയുന്ന പദധാതുവിലാണ്. നിർഭയത്വം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഒരു വിശ്വാസിക്ക് അചഞ്ചലമായി ഉണ്ടാവേണ്ടത് അതാണ് നിർഭയത്വം. അതുണ്ടായിക്കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ എന്താണ് നമുക്ക് ആ വിശ്വാസത്തിന്റെ തണൽ അനുഭവിക്കാൻ അല്ലാഹുവിനെ ആശ്രയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാവേണ്ടത് ആ നിർഭയത്വമാണ്. ഞാൻ 2 കാര്യങ്ങൾ മാത്രമേ പറയാം. ഒന്ന്, ഖിലാഫത്ത് എന്ന് പറയുന്നത് അള്ളാഹു എല്ലാവർക്കും നൽകിയിട്ടുള്ളതാണ്. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു കനിഞ്ഞരുളിയിട്ടുള്ള അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അതിന്റെ ആഴവും പരപ്പും തിരിച്ചറിയാതെ പോകുന്നതാണ് പലപ്പോഴും നമുക്ക് പരാജയം സംഭവിക്കുന്നത്. അത്രയും എല്ലാവർക്കും കൊടുത്തിട്ടില്ല. അവർക്കൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ അത്ഭുതമാണ്. എന്നാൽ അത് വിശ്വസിക്കാനുള്ള ഹൃദയത്തിന്റെ ഒരു എളുപ്പമുണ്ടല്ലോ, അതാണ് ഹിദായത്തിന്റെ. അത് തിരിച്ചറിയുന്ന ആളുകൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവർ നിരന്തരമായ സത്കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും, എല്ലാ തരത്തിലുമുള്ള സത്കർമ്മങ്ങൾ. അതെന്താ, കേവലമായ അനുഷ്ഠാനങ്ങൾ മാത്രമല്ല. ഇപ്പൊ ഖുർആനിൽ നമസ്കരിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന ഒറ്റ വാക്കിനേക്കാൾ നമസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? വളരെ കൃത്യമായി മുസ്ലിം നമസ്കാരക്കാർക്ക് നരകമുണ്ട് എന്ന് മാത്രമല്ല, വൈലെന്ന് പറയുന്ന താഴ്വര തന്നെയുണ്ട് എന്ന് പറഞ്ഞത്. എന്താ കാര്യം? കേവലം കൈകെട്ടലും റുക്കുവും സുജൂദും മാത്രമായ കർമാനുഷ്ഠാനമല്ല നമസ്കാരം. അതിലൂടെ നേടിയെടുക്കാനാവുന്ന ആത്മീയ ചൈതന്യമാണ് നമുക്കുണ്ടാവേണ്ടത്. അതില്ലാത്തവൻ നിസ്കരിച്ചിട്ടും പലിശ വാങ്ങുന്നവൻ, നിസ്കരിച്ചിട്ടും അന്യായമായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവൻ, നിസ്കരിച്ചിട്ടും കപടനായി നടക്കുന്നവൻ, നിസ്കാരം കൊണ്ട് കാര്യമില്ല എന്നുള്ളതിന് നോമ്പിലും അത് നിമിഷങ്ങൾ എത്ര പേരാ പട്ടിണി കിടക്കുന്നത്. കർമാനുഷ്ഠാനങ്ങളല്ല, ആ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ നേടിയെടുക്കുന്ന ജീവിത ചൈതന്യമാണ് വിശ്വാസത്തിന്റെ തിളക്കം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഹിദായത്തിന്റെ വലുപ്പം തിരിച്ചറിഞ്ഞവരായിരുന്നു സഹാബിവര്യന്മാരൊക്കെ. അത് കിട്ടിയ ഉടനെ അവർ അടങ്ങിയിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് മാറ്റമുണ്ടാക്കിയത് എന്താ? ഖുർആനിന്റെ വചനങ്ങൾ അല്ലെ? ത്വാഹ വ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഈ ഖുർആൻ വചനം കേട്ടാൽ എങ്ങനെയാ മാറാ? ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനായിട്ട് ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി പുറപ്പെട്ട ആളാണ്. അങ്ങനെ പ്രവാചകനെ കാണാൻ പോകുന്നതിന് മുമ്പ് പെങ്ങളുടെ വസതിയിൽ വെച്ചാണ് അത്രേ ഈ വചനങ്ങൾ കേൾക്കുന്നത്. അതുവരെ വിശ്വസിച്ചിരുന്ന എന്താ? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, പുതിയ മതം കൊണ്ട് വന്നിട്ടുണ്ട്, ദൈവീകത അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ തകർന്നുപോയി. എങ്ങനെയാണ്? ത്വാഹ മുഹമ്മദ് നബിയെ നിങ്ങളെ മശക്കത്തിലാക്കാൻ, ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയല്ല ഈ വേദഗ്രന്ഥത്തിനെ അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ പറയാം. ഇത് കേട്ടപ്പോൾ ഉമർ ചിന്തിക്കാൻ, എന്താണ് ഈ മുഹമ്മദ് തന്നെ സ്വയം മുഹമ്മദ് എന്ന് വിളിക്കൂലല്ലോ, അപ്പൊ മറ്റാരോ അഭിസംബോധന ചെയ്യുകയാണ്. അങ്ങനെ ഒരു സൃഷ്ടാവിനെ തിരിച്ചറിയുക. എന്നിട്ടെന്താ? നബിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നബിയുടെ അടുത്ത് ആ സമയത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഹംസ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ വെച്ചിട്ട് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഉമർ ഊരിപ്പിടിച്ച വാളായിട്ട് ഓടി വരികയാണ്. ഇസ്ലാം സ്വീകരിക്കാൻ വരികയാണ്. അതറിയില്ല. ആ ഹംസ റളിയല്ലാഹു അൻഹു പറയും, നബിയെ ഉമർ വരുന്നുണ്ട്, ഉമറിന്റെ ഉദ്ദേശം മറ്റൊന്നാണ് എങ്കിൽ ഉമറിന്റെ വക വരുത്തും. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വീട് വാതിലിന്റെ പിറകിൽ ഒളിച്ചു നിൽക്കും. എന്നിട്ട് പറയും, ഉമർ അകത്തേക്ക് കയറുമ്പോ ഞാൻ പിറകിൽ നിന്ന് കെട്ടിപ്പിടിക്കും, ആ സമയത്ത് വെട്ടണം എന്ന് മറ്റൊരാളെ ചട്ടം കെട്ടും. അങ്ങനെ ഹംസ റളിയല്ലാഹു വാതിലിന്റെ മറവിൽ നിൽക്കും, ഉമർ അകത്തേക്ക് കയറും, ആ സമയത്ത് ഹംസ റളിയല്ലാഹു പിറകിൽ നിന്ന് വട്ടം കെട്ടിപ്പിടിക്കും. പക്ഷേ ആ പിടിച്ച പിടിയിൽ തന്നെ ഹംസ റളിയല്ലാഹുവിനെ വിട്ടുകളയുന്ന പറയാം. കാരണം ഒരു ഉമർ പ്രതിരോധിക്കുന്നില്ല. മലയാളത്തിൽ പറഞ്ഞ ഒരു മാൽബേടയെ പോലെ അങ്ങ് ഒതുക്കി കൊടുത്തു ആ അജാനുബാഹുവായ ശരീരം. ഹംസ റളിയല്ലാഹു പിടിവിട്ട് കൊടുത്തു. നബിയുടെ മുന്നിൽ പോയി മുട്ടുകുത്തിയിട്ട് ഷഹാദത്ത് പ്രഖ്യാപിച്ചു. എന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ എന്താ പരിപാടി? ഹിദായത്ത് ഒരു മനുഷ്യന് ലഭിക്കുമ്പോ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. നബിയോട് പറയാൻ,
ഞാൻ അന്ന് രഹസ്യപ്രബോധനത്തിന്റെ കാലഘട്ടം ഞാനിതായത് പ്രഖ്യാപിക്കുക. കാബയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഉമർ പ്രഖ്യാപിക്കുന്നുണ്ട്, ശിർക്കുകളെ അറിഞ്ഞുകൊള്ളുക, ഉമർ മുസ്ലിമായിട്ടുണ്ട്. നിങ്ങളെ ചതിച്ചു വഞ്ചിച്ചു ഒന്നും പറയേണ്ട. എന്റെ വാർത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തവും കറയും ഒന്നുമില്ല. വിശ്വാസം പ്രഖ്യാപിക്കുക. എന്നിട്ട് അചഞ്ചലമായ ധൈര്യത്തോടുകൂടി എന്താ ഉമ്മമാർക്ക് മക്കളെ ആവശ്യമില്ലാത്തവർക്ക് ഉമറുമായി മല്ലയുദ്ധം നടത്താം. എന്താ ഹിദായത്ത് എന്ന് പറയുന്നതിന്റെ ഒരു വൈബ്രൻസ്, എന്താ പറയാ, അതിന്റെ ഒരു സ്ഫോടനാത്മകതയാണ്. അത്രയും പവർഫുള്ളായ ഒന്നാണ്, വിശ്വാസമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക, സ്വയം തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു കനിഞ്ഞരുളിയിട്ടുള്ള അനുഗ്രഹമാണ് ഹിദായത്ത്. മറ്റുള്ളവർക്കൊന്നും ലഭിക്കാത്തതാണ് നമുക്ക് നൽകിയ ഹിദായത്ത്. ആ ഹിദായത്തിന്റെ പ്രത്യേകത ഖുദ്റത്തുകളിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രതിസന്ധികളെയും ചെങ്കടലിനെ രണ്ടായി പിളർത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്. ഈ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ നാഥനെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സകല പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തിയ നാഥനെ കുറിച്ച്, സ്വറാഖത്തിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥനെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. കാരണം ഖുദ്റത്തുകളിലൂടെ അല്ലാഹു നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസം. പിന്നീട് കർമാനുഷ്ഠാനങ്ങളല്ല, ആ അനുഷ്ഠാനങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്ന ആത്മീയ ചൈതന്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ പ്രഭ വരുത്തേണ്ടത്. മറ്റൊന്ന് നിർഭയരായിരിക്കണം, അമ്നുള്ളവരായിരിക്കണം. എല്ലാ അർത്ഥത്തിലും